ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിറ്റിക്സ് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് വീക്ക്ലി അനാലിസിസ് ഇടാൻ പറ്റിയില്ല. എനിക്ക് ഇച്ചിരി അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ വീക്ക്ലി അനാലിസിസ് ഇട്ടുക മാത്രമല്ല, മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ നല്ല ട്രേഡ്സുകളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിടുകയും ചെയ്തു. ഒരുപാട് പേർക്ക് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയതായിരുന്നു. എല്ലാവരും നല്ല ഓണായിരുന്നു, നല്ല കാശൊക്കെ കിട്ടിയതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വന്നു കഴിഞ്ഞപ്പോൾ അസുഖമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പല ആൾക്കാരും മെസ്സേജ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക്, ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ലൈവ് അല്ലാഞ്ഞ ആഴ്ചയിൽ എന്താണ് നടന്നതെന്ന് നോക്കാം. എന്നാലും ഞാൻ എൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയ സമയത്തിനുള്ളിലൊക്കെ ഞാൻ വരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗോൾഡിൻ്റെ അവസ്ഥ. നമുക്ക് ഗോൾഡ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമായിട്ട് വയസ്സ് ഒരു ബിയറിഷ് മൂവ്മെൻറ്റിലേക്കായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞൊരു ഫസ്റ്റ് ഈ ഒരു മന്ത് എടുത്തു കഴിഞ്ഞാൽ മാർച്ച് മന്തിൻ്റെ ഇൻസൈഡിലായിരുന്നു ബാക്കി ഏപ്രിൽ മെയ് മന്ത് പോയിരുന്നു വെച്ചത്. പക്ഷേ ജൂൺ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് പ്രൈസ് ഒന്ന് ഇറങ്ങി വന്നു അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വാറിൻ്റെ കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വാർ ഇപ്പം കഴിഞ്ഞെന്ന് പറയും, വീണ്ടും തുടങ്ങിയെന്ന് പറയും, വീണ്ടും കഴിഞ്ഞ് ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവർത്തിക്കും തോറും നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു യുദ്ധം എന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളും പരിക്കുകളും ആളപായം വരെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇന്നിപ്പോൾ ബിസിനസ്സിൻ്റെ മാർഗമായിട്ട് മാറി. വാറ് സമാധാന കരാറിൽ ഒപ്പുവെച്ചെന്ന് കേൾക്കുമ്പോഴത്തേക്കും പല ഷെയർസ് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, ആ രാജ്യത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല ഷെയർസും നല്ല രീതിയിൽ കുതിച്ച് കയറുകയും അതേപോലെ താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നെക്സ്റ്റ് എന്ത് ചെയ്യും, അടുത്ത ബോംബിടും. ഇതൊക്കെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വാറെന്ന് പറയാൻ പറ്റില്ല, ഒരു ബിസിനസ് എന്നേ ഇതിനെയൊക്കെ പറയാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും ട്രംപ് വന്നും മറ്റുള്ള രാജ്യങ്ങളുടെ പ്രസിഡൻറ്റുമാരും വന്നിട്ടും പറയുന്നത് ഇത് സമാധാനമായി അല്ലെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് കളികളുണ്ട്. നമ്മളിത് അല്ലാത്ത ആളുകൾ ന്യൂസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇതെല്ലാം ബിസിനസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ വാർ ഉള്ളത് കൊണ്ടോ ഇല്ലതോ കൊണ്ടല്ല, ഗോൾഡ് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. അതായത് ഈ ഒരു ലോയിലൊക്കെ നല്ലൊരു സപ്പോർട്ട് എടുത്ത് നിൽക്കാനാണ് ഗോൾഡ് നോക്കി വെച്ചത്. പക്ഷേ ഗോൾഡ് കുറച്ച് മാസങ്ങളായിട്ട് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ജാനുവരി 2024 ഈ ഒരു മൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2022 മുതൽ 26 വരെ ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടിയായിരുന്നു ജാനുവരി വരെ. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് പ്രൈസ് ഇറങ്ങുന്നതാണ്. നമുക്ക് ഇച്ചിരിയും കൂടി വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇതേപോലെ നേരത്തെയും കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാം. ഈ ഒരു മൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനുശേഷം പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തു. അതിനുശേഷം വീണ്ടും പ്രൈസ് നോക്കിയാൽ ഇവിടെ നിന്നാണ് പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ കയറി വന്നത്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നോക്കണമെങ്കിൽ ഏകദേശം സിമിലറായിട്ട് തോന്നാട്ടെ. ഇവിടുത്തെ ക്യാൻഡിൽസ്, ഈ ഒരു ബിൽഡപ്പ് ഇതൊക്കെ നോക്കണമെങ്കിൽ അതേപോലെ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും നോക്കിയേ, ഗോൾഡ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ സപ്പോർട്ട് എടുത്ത് പ്രൈസ് തിരിച്ച് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം, ഇത് സ്റ്റഡി ചെയ്യാം. ഞാൻ സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി മനസ്സിലാകണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റഡി ചെയ്യാം. ആ ഒരു സമയത്ത് ഗോൾഡ് നിന്ന പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഫണ്ടമെൻ്റലൊക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിയാൽ, ChatGPTയിലൊക്കെ നോക്കണമെങ്കിൽ വ്യക്തമായിട്ട് വരാം. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് അതിലാണ് ഇപ്പോഴും ഗോൾഡ്. ഈ ഒരു സൈഡ് നോക്കിയാൽ ഇത് ഫസ്റ്റ് വന്ന് സെക്കൻഡ് തേർഡ്, ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു പാറ്റേണിലാണ്, അതേ സെയിം പാറ്റേണിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇറങ്ങി ഈ ഒരു സപ്പോർട്ടൊക്കെ എടുത്തിട്ട് കയറാം എന്നുള്ളത്, അതായത് പ്രൈസ് ഇനി ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ വരെ എടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കിയിട്ട് കാണുന്നത്. പക്ഷേ അത് എപ്പോൾ ഇറങ്ങും, എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഉണ്ടായിക്കണേന്ന് വെച്ചാൽ 2011 സെപ്റ്റംബറിലാണ്. ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് വന്നിരിക്കുന്നത് 15 ഉണ്ടോ, 15, 16, 17, 18, 19. ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നേക്കണത് എപ്പോഴാണെന്ന് നോക്കി 20. അപ്പോൾ 2011 9 വർഷം എടുത്തിട്ടാണ് പ്രൈസ് ആ ഹൈ ബ്രേക്ക് ചെയ്തേക്കണത്. അപ്പോൾ അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൊരു ഹൈ ആയിട്ട് തന്നെ ഇതും നിൽക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 79 സംഭവിച്ചതാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 79 വന്ന ഒരു ഹൈനെ ഏത് വർഷമാണ് ബ്രേക്ക് ചെയ്തേക്കണമെന്ന് നോക്കി, 2008. അപ്പോൾ ഏകദേശം 29 വർഷത്തിന് ശേഷമാണ് പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഹൈയൊക്കെ പെട്ടെന്ന് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ്, പെട്ടെന്നൊന്നും ഹിറ്റ് ചെയ്യില്ല മക്കളെ,
അതിങ്ങനെ നല്ലൊരു സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് കയറിപ്പോകുകയെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അതിനേക്കാളും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറുമ്പോഴത്തേക്ക് സിനു ബ്രോ ഇത് 2-3 ദിവസം കൊണ്ട് ഇത് കയറി പുതിയ ഹൈ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്നവർക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു മറുപടിയാണ്, ഏറ്റവും വലിയൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിന് 29 വർഷം എടുത്തെങ്കിൽ ഈ ഒരു പാറ്റേൺ 11 മുതൽ നെക്സ്റ്റ് ഒരു 20 വരെ 9 വർഷമേ എടുത്തിട്ടുള്ളൂ അല്ല, അതിൻ്റെ 1/3 സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു 1/3 ഇനി അടുത്ത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു, ഇനിയും കയറിപ്പോട്ടെ. പക്ഷേ നമ്മൾ അന്നും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഈ ഒരു പ്രൈസിൽ നിന്ന് കയറിപ്പോയത് കൊണ്ട്, അതായത് ഒരു 200-300 നിന്ന് കയറി ഒരു 2000-ൻ്റെ എത്തിയത് കൊണ്ട് ഇനി പ്രൈസ് അതിൻ്റെ പകുതിയൊന്നും ഇറങ്ങില്ല എന്ന് വിചാരിച്ചെടുത്തതാണ് പ്രൈസ് പകുതി ഇറങ്ങി നിന്നിട്ട് കയറിപ്പോയത്. അപ്പോൾ നമ്മളും അങ്ങനെ ഇറങ്ങില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, പ്രൈസ് ഇറങ്ങാം. അപ്പോൾ എത്ര ദിവസം കൊണ്ടെന്നുള്ളതിന് നിങ്ങൾ ആ മന്തിൻ്റെ ക്യാൻഡിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വരുമെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ വരികയാണെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ധൈര്യമായിട്ട് നല്ല രീതിയിൽ കാശ് കയ്യിലുള്ളത് പോലെ നല്ല ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ബൈ ചെയ്യാൻ നോക്കുക. മിനിമം $500 ടാർഗറ്റ് ചെയ്തുള്ള സിങ്ങൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഇത് ചിലപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ഇവിടെ എത്തണതെന്ന് പറയാൻ പറ്റില്ല, എത്ര വർഷം കൊണ്ടാണ് തിരിച്ചു കയറണതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നല്ലൊരു പൊസിഷനൊക്കെയാണ്. അപ്പോൾ ഇനി ഹോൾട്ടേ ഹൈ ഹിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്നൊന്നും നോക്കി നിൽക്കണ്ട. നമ്മളുടെ വാറിഞ്ഞും നല്ല രീതിയിൽ മൂർജിക്കുകയാണെങ്കിലും അത് സമാധാനപരമായി നിർത്തുകയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യത തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാസം നല്ലൊരു ബിയർഷിലേക്ക് പ്രൈസ് വന്നു. ഈ മാസം അവസാനിച്ചിട്ടില്ല, ഒരു വീക്കും കൂടിയുണ്ട് അല്ലേ. അപ്പോൾ ഈ വീക്കും കൂടി കഴിയുമ്പോൾ നമുക്കിത് മിക്കവാറും ബിയർഷിൽ ക്യാനിൽ തന്നെ നിൽക്കാനാണ് വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. പക്ഷേ എന്നാലും ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോഴും പ്രൈസ് റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ലെങ്കിലും പോകുന്നുണ്ട്. അതേപോലെ സെല്ലിലേക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നുണ്ട്. അത് നോക്കാം. ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി സെല്ലിലേക്ക് കിട്ടിയിരുന്നത് 1 ഹവറിൻ്റെ ആയിരുന്നു അല്ലേ. നമുക്ക് നോക്കാം, 1 ഹവറിൻ്റെ ഇൻറ്റേർണൽ ആയിരുന്നു. നമുക്ക് നോക്കാം വീക്കിലി. ഈ വീക്ക് എന്താണ്, അപ്പോൾ കുറച്ചധികം വീക്കുകളായിട്ട് പ്രൈസ് എന്താണ് നല്ലൊരു ബിയറിഷ് മൂവ്മെൻറ്റിലാണ്. അപ്പോൾ ബിയറിഷിലേക്ക് സെല്ലെടുത്ത ആളുകൾക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പ്ലസ് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഇതേപോലെയല്ല ഇറങ്ങിയേക്കണം, ഇങ്ങനെ ഏതെങ്കിലും ബൈയിലേക്ക് എടുത്ത ആളുകൾക്കും കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നവർക്ക് അപ്പോൾ ഒരു 50-50 ചാൻസാണ്. അതേപോലെ ഞാനൊരു കാര്യം പറഞ്ഞു, ഡെയിലി ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താ, ഡെയിലി ഈ ലോ ബ്രേക്ക് ചെയ്തു, പ്രൈസ് വീണ്ടും ഒന്ന് ഇറങ്ങി, വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്തേക്കണം, ഇനിയും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് നേരെ ഡേയുടെ ചാർട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഡേയുടെ ചാർട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ലോന് ആദ്യം ഈ ലോയിന് നമുക്ക് ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രൈസ് ആദ്യം ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് തിരിച്ച് കയറി വന്നപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് ഇറങ്ങുന്നില്ലല്ലോ, കയറിയാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞാൽ അതേപടി തന്നെ പ്രൈസ് ഇറങ്ങി വന്ന് നമ്മൾ ഇത് ഇറങ്ങും. ചിലപ്പോൾ ഇത് നല്ല ബിയറിഷ് നിൽക്കുന്ന ടൈമാണെങ്കിൽ ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ പുൾ ബാക്ക് എടുക്കും. അല്ല, പ്രൈസ് ഒന്നും കൂടി എടുത്തിട്ട് ഇവിടെ ഒരു ഇൻറ്റേർണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. ഡേയുടെ എക്സ്റ്റേണൽ അല്ല, ഇൻറ്റേർണൽ ഐഡിയം എടുത്തിട്ടാണ് നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു പ്രൈസ് ഇറങ്ങിപ്പോകുന്നു. അതായത് പ്രൈസ് ഇറങ്ങിയേക്കണം ആ ഇൻറ്റേർണൽ ഐഡിയം എടുത്തത് 4360-70 ആ റേഞ്ചിൽ നിന്നാണ്. ഇപ്പോൾ എവിടം വരെ ഇറങ്ങി നോക്കിയാൽ ഈ ലോ വരെ എന്ന് പറയുമ്പോൾ ഏകദേശം $300 മേലെ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും പ്രൈസ് താഴേക്ക് വന്നിട്ട് അപ്പോൾ ഈ ലോയും ബോഡി ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഇവിടം വരെയൊക്കെ വരാം. നമുക്ക് ഇറങ്ങാം. നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ OB ഫെയിലായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ OB ഫെയിലായിട്ടുണ്ട്. ഈ OB ഓൾറെഡി 50% റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ അത് എന്തായാലും ഫെയിലായി. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ ലോയും ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡിനെ സംബന്ധിച്ച്. നല്ല ലിക്വിഡിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ലോയും എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. 3800 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് വന്ന് ലിക്വിഡിറ്റി എടുത്തിട്ട് ബോഡി ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, റിയാക്ഷൻ വന്നു കഴിഞ്ഞാലും തിരിച്ചു വന്ന് ഈ OBയിൽ വന്ന് കയറിപ്പോകാനുള്ള സാധ്യതയാണ്. ഇതൊരു OB അല്ല, ഒരു ഓർഡർ ഫ്ലോ ആണ്. ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്നിട്ട് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പിന്നീട് വരുന്ന OBകളെല്ലാം ഇതിൽ ഒരുപാട് താഴെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ലിക്വിഡിറ്റി കണ്ട, ഈ ലിക്വിഡിറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും റിയാക്ട് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്ത് പതിയെ കയറാൻ തുടങ്ങാനുള്ള സാധ്യത കൂടുതൽ ഈ ലിക്വിഡിറ്റി ആയിരിക്കും. പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡറിലേക്കായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട് എത്തിക്കാനുള്ള പരിപാടി. അതൊക്കെ എത്ര വർഷം കൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു. നമുക്ക് ഈ ലോ റിയാക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും മേജർ ലോ ഉണ്ടല്ലോ, അത് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കുക. അത് വരുമ്പോൾ
അവിടെ നിന്നൊരു കൺഫർമേഷൻ ഡേയുടെ ചെയ്യുമ്പോൾ 50 മിനിറ്റിലൊക്കെ ഒരു കൺഫർമേഷൻ കിട്ടുന്ന ധൈര്യമായിട്ടൊരു ബൈ എടുക്കുക. ആ ഡേയുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു ലിക്വിഡിറ്റി ഗ്രാബായിട്ട് തന്നെയാണ് നടക്കുന്നത്, അതായത് വിക്ക് ബ്രേക്ക് തന്നെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ട്രേഡ് ഇച്ചിരി കൂടി ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു $100, $150, $200 ടാർഗറ്റ് ഫുള്ള് കിട്ടാമെന്ന് ഞാൻ ഫുള്ള് പറയുന്നില്ല. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷൻ നല്ല രീതിയിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടൊക്കെ വേണം ഹോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ബൈ പൊസിഷൻ ഇവിടെ താഴെ കിടക്കുന്നുണ്ട് അല്ലേ, 900 എന്നുള്ള. നമുക്കിനി സെൽ പൊസിഷൻ നോക്കാം. സെൽ പൊസിഷൻ നമുക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ വന്നു. പ്രൈസ് ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഗോൾഡിൽ ബൈയിങ് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് റിയാക്ഷൻ ബ്രേക്ക് ചെയ്തു, സെക്കൻഡ് റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷം ഇനി നമുക്കിവിടെ 4 ഹവറിൻ്റെ ഐഡിയം എടുക്കണമെങ്കിൽ ട്രേഡ് നോക്കാം. 4 ഹവറിൻ്റെ OB ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സെല്ല് നോക്കുക. സെൽ ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടുന്നത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനേ പറയുള്ളൂ. അതിൻ്റെ അകത്ത് ഇനി ഒന്നും നിങ്ങൾ മടിച്ചിരിക്കേണ്ട. 1 ഹവറിലാണെങ്കിൽ ഇവിടെയാണ് ഐഡിയം വരുന്നത്. ഐഡിയം പ്രൈസ് എടുത്തിട്ടില്ല. ഐഡിയം എടുത്തു കഴിഞ്ഞാലും പ്രൈസ് ഒന്ന് കയറി വന്നിട്ട് റിയാക്ട് ചെയ്യും. അതായത് പ്രൈസ് ചിലപ്പോൾ ഐഡിയം എടുത്തിട്ട് അപ്പം തന്നെ ഇറങ്ങണമെന്നില്ല. ഇപ്പോൾ ഐഡിയം എടുത്തു, പ്രൈസ് ഇങ്ങനെ ഇറങ്ങണമെന്നില്ല, ഇറങ്ങി ചിലപ്പോൾ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിന്ന് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ കയറി വന്നിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയാണുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും പ്രൈസ് എന്ത് ചെയ്യുക, ഇവിടെ പലവട്ടമൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ആയിരിക്കും പ്രൈസ് ഇറങ്ങുന്നത്. ഒരു മെനയില്ലാത്ത ഇറക്കമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ പഠിക്കുക. പ്രൈസ് എപ്പോഴൊക്കെയാണ് നല്ല ഫാസ്റ്റായിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സ്വിംഗ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഫാസ്റ്റായിട്ട് അത് ട്രേഡ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ട്രേഡുകൾ ഏതാണെന്ന് ആ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ വരച്ചതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചും കൂടി സ്റ്റഡി ചെയ്യണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ എന്തുകൊണ്ട് ബ്രേക്ക് ഈവൻ അടിക്കുന്നു, സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബൈയുടെ ആണെങ്കിൽ നമുക്ക് 1 ഹവറിൽ ഞാൻ പറഞ്ഞ ഇൻറ്റേർണലാണെങ്കിൽ ഇവിടെ നിന്ന് വേറെ ഒന്നും നോക്കാനില്ല. ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോ ഇച്ചിരി കൂടി സ്ട്രോങ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന ഐഡിയം ഇതിൻ്റെ ഇൻറ്റേർണൽ ഡിസിഷൻ അങ്ങനെയുള്ള പൊസിഷനൊക്കെ നിങ്ങൾക്ക് ബൈയും കൂടി നോക്കാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് ബൈ നോക്കാം. നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഓഫ് കാർഡ് കിട്ടിക്കൊണ്ടിരിക്കണതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ടുള്ള വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ലയെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം പല ആൾക്കാരും പറഞ്ഞു ഇവിടെ 50 മിനിറ്റിൻ്റെ OB റിയാക്ട് ചെയ്തു വീണ്ടും. അപ്പോൾ ഇവിടെ 50 മിനിറ്റിൻ്റെ OB റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു 50 മിനിറ്റിൻ്റെ OB റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവ്. OBയോ ഐഡിയോ ഇവിടെ കറക്റ്റായിട്ട് അത് എടുത്തിട്ട് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, അടുത്തത് ഇവിടെ നിന്ന് റിയാക്ഷൻ വന്നിട്ടില്ല, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം റിയാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്നത് എന്താണ്, 50 മിനിറ്റിൻ്റെ ഒരു OB ആണ്. പക്ഷേ ഈ OBയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ക്രീപ്പ് ചെയ്ത് താഴേക്ക് പോകുക. അപ്പോൾ അതും നല്ലൊരു റിയാക്ഷൻ തന്നെയാണ്. ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ 4130 എന്നുള്ള പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റിയാക്ഷനാണ്. മിനിമം ഒരു $50 നിങ്ങൾക്ക് പിടിക്കാം. പിന്നെ അതിന് ശേഷം നിങ്ങൾക്കൊരു ഷോക്ക് വിത്ത് ഐഡിയോ ഫ്ലിപ്പ് വിത്ത് ഐഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഗോൾഡിൽ പറയാനുള്ളത്. ചെറിയ ട്രേഡുകളാണ്, പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കുക. അതിലിടുന്ന ട്രേഡുകളും അതേപോലെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വീക്ക്ലി അനാലിസിസ് ട്രേഡുകൾ മാർക്ക് ചെയ്ത് അത് അടയാളപ്പെടുത്തി വെക്കുക. അത് വീക്ക്ലി അനാലിസിസ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറയുന്ന അപ്ഡേഷൻസൊക്കെ അത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാകണമെന്നില്ല. വരുന്ന അപ്ഡേഷൻസൊക്കെ കറക്റ്റായിട്ട് കേട്ട് അത് മാർക്ക് ചെയ്ത് വെച്ച് ട്രേഡ് എടുക്കാൻ നോക്കും. അതേപോലെ ഒരുപാട് പേര് പുറത്തുനിന്നുള്ള ആൾക്കാർ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ആഡാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് റിക്വസ്റ്റ് വരുന്നത് കോഴ്സിനെ കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിനെ കുറിച്ചോ ഒന്നുമല്ല, അതിലെങ്ങനെയെങ്കിലും ആഡാക്കാമെന്ന്. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ പല ബ്രോക്കേഴ്സും നമ്മളോട് വർഷങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ബ്രോക്കറെ മര്യാദക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നമ്മളൊരു ബ്രോക്കറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തന്നെ നല്ല ബ്രോക്കറാണ്, നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടും നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എൻ്റെ റെഫറൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്. മിനിമം മാസത്തിൽ നിങ്ങൾക്കൊരു 10 നല്ല അടിപൊളി 5-10 ട്രേഡുകൾ അടിപൊളിയായിട്ടും അതിന് ഡെയിലി മാർക്കറ്റ്, അത് ട്രേഡിങ് അറിയാവുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ട്രേഡിങ് അറിയാത്ത ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്തായിട്ട് വരണമെങ്കിൽ ഒരിക്കലും വരരുത്. എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളൊരു കേസ് എനിക്ക് ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി കൂടി നല്ല ഫണ്ടൊക്കെ കിട്ടി ട്രേഡ് ചെയ്യുന്നവർ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.